കോഴിക്കോട് ജില്ലയിലെ നിരവധി പേർക്ക് ജീവനോപാധിയാണ് പുതിയാപ്പ ഹാർബർ. മുന്നണികളുടെ പ്രചാരണം ചൂടുപിടിച്ചതോടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പുതിയാപ്പയിലെ മത്സ്യത്തൊഴിലാളികൾ. കോഴിക്കോട് നിന്ന് മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയാപ്പ ഹാർബറിലാണ് മത്സ്യമേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ള പരാതി ഇവർ കാലാകാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ കേന്ദ്രത്തിൽ എന്തായാലും മോഡി ഗവൺമെൻറ് തന്നെയാണ്, 100% ഉറപ്പുള്ള കാര്യമാണ്. പ്രതിപക്ഷം ഇല്ലല്ലോ, കോൺഗ്രസ് ഇല്ല. പിന്നെ കേരളത്തിലെ കാര്യമാണ് കുറച്ചൊരു സംശയം. എന്തായാലും കേരളത്തിലൊരു ഇടതുപക്ഷത്തിന് എതിരായിട്ടൊരു രീതി എന്തായാലും ഉണ്ടാവും. കേരളത്തിൽ വികസനത്തിന് ആരാണ് നമുക്ക് എന്തെങ്കിലും തരുന്നത്, അവർക്കുള്ള വോട്ട് നമ്മളോട് കൊടുക്കും. ഇന്ന പാർട്ടിയൊന്നുമില്ല. ആരും നല്ല ജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വാർണ്ണം കാഴ്ച വെക്കണം. ആരായാലും ആരെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യും. അതന്നെ വോട്ട് ചെയ്യല്ലേ, വോട്ട് പോയിട്ട് BJP ചെയ്യുള്ളൂ. കാരണം എന്താ? കാരണം പ്രധാനമന്ത്രി അല്ലാതെ കൊണ്ട് കേരളത്തിൽ BJP വിജയം ഉണ്ടാവും. ഇവിടെ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഇവിടെ ആർക്കായിരിക്കും വോട്ട്? എന്തൊക്കെ നോക്കിയായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യും? രാഘവൻ തന്നെ ജയിക്കും. രാഘവന് അത്യാവശ്യം നല്ലോണം ചെയ്ത ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. പിന്നെ കരീം എന്ന് പറഞ്ഞാൽ ഗോളിയോറൻസൊക്കെ പൂട്ടിച്ചതിൻ്റെ മെയിൻ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് അയാൾ. അതപ്പം CPM അടുത്ത് നിന്ന് തന്നെ അവർക്ക് എതിരായിട്ടുള്ള അഭിപ്രായമുള്ളത്. പിന്നെ രമേശ് ഇവിടെ സ്ഥിരം സ്ഥാനാർത്ഥി അതിനെ കൊണ്ട് BJPക്കും വലിയ സ്കോപ്പൊന്നുമില്ല. പ്രതീക്ഷകളൊന്നുമില്ല, കോൺഗ്രസ് ജയിക്കും. നല്ല വ്യക്തിയാണ് മൂപ്പര്. അപ്പോൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുക? ഇവിടത്തേക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക. വോട്ട് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അത് ഓരോരുത്തരൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുള്ളൂ. ഇടതുപക്ഷത്തിന്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെയാണ്, ആദ്യം അതിന് തന്നെ ചെയ്യില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ, കേന്ദ്രത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിലും ഭരണം മറിയും എന്നാണ്. കോൺഗ്രസിനാണ് സാധ്യത. തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ ആർക്കായിരിക്കും വോട്ട്? ഇവിടുത്തെ വോട്ടർ അല്ലേ? വോട്ടർ തന്നെ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് രാഘവൻ ചെയ്യും. എനിക്കൊന്നും പറയാനില്ല മോളെ. ഇവരൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ നിരക്കാന്ന്. എനിക്കൊരു സാമ്പത്തിക നിരക്കം കാണില്ല ഇവിടെ. ആൾക്കാരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യും. വോട്ട് അന്നത്തെ ഇത് നോക്കിയിട്ട് ചെയ്യാം. ആർക്ക് വെച്ചാലും ചെയ്യും. ആരാണ് വികസനം ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ആരാ വികസനം കൊണ്ടുവരുന്നത്? കോൺഗ്രസ് ആണ് കൊണ്ടുവരുന്നത്. വടകര ആര് ജയിക്കും? ശൈലജ ടീച്ചർ ജയിക്കും. മറ്റേ സാഫി പറമ്പ് ജയിക്കും. നിങ്ങൾ അങ്ങനെ പറഞ്ഞ പോലെ ഉറപ്പാണ്. രാഷ്ട്രീയക്കാർ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ വരും, വോട്ട് ചോദിക്കും, മറ്റുള്ള കാര്യങ്ങൾക്ക്. ജനകീയ പ്രശ്നങ്ങൾ ആരും ഇടപെടുന്നില്ല. ജനങ്ങൾക്ക് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ആ പ്രശ്നങ്ങളാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. ഇവിടെ രാഘവൻ ജയിക്കും. ഇവിടെ രാഘവൻ. എന്തുകൊണ്ട് രാഘവൻ? രാഘവനാണ് നേതാവ്. പക്ഷേ BJPക്ക് എത്രത്തിൽ BJP വോട്ട് കൂടുതൽ പിടിക്കും. BJP വോട്ട് കൂടുതൽ പിടിക്കും. മോദി വീണ്ടും അധികാരത്തിൽ അധികാരത്തിൽ മോദി തന്നെ വരാൻ പറ്റില്ല. വികസനത്തിന് വോട്ട് ചെയ്യണം. അപ്പോൾ NDAക്ക് വോട്ട് ചെയ്യണം, മോഡിക്ക് വോട്ട് ചെയ്യണം. മോദി ഗ്യാരണ്ടി ഉറപ്പായിരിക്കുമോ? ഉറപ്പ്. രാഘവന്റെ വോട്ട് ഇവിടെ രാഘവൻ തന്നെ ജയിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണോ, അതിനെ വോട്ട് കൊടുക്കും. 3 പരിഹരിച്ചോ? പിന്നെ ഇനിയിപ്പോൾ ഒരു പരിഹരിക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. രാഘവേട്ടൻ ജയിക്കും. എങ്ങനെ, എന്തുകൊണ്ട് രാഘവേട്ടൻ ജയിക്കും? ഇവിടെ പ്രവർത്തനത്തിന് മുന്നിൽ ഇപ്പോൾ രാഘവേട്ടനാണ്. നല്ല പ്രവർത്തനമാണ്. ഇവിടെ ഹാർബറിൻ്റെ പ്രശ്നത്തിലൊക്കെ അയാൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. ഈ പാർട്ടികളൊക്കെ വന്ന് ഒരു കാര്യമായ പ്രവർത്തനം നടത്താറുണ്ടോ ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? അവരെപ്പോഴും ഇടക്കിടക്ക് വരും, ഇങ്ങനെ വന്നും കണ്ട് പോകും. രാഘവേട്ടൻ തന്നെ ജയിക്കും. ഇവിടുത്തെ നമുക്ക് MK രാഘവനാണ് ജയിക്കല്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് MK രാഘവനാണ് ഇതുവരെ ഇപ്പോൾ 3 തെരഞ്ഞെടുപ്പിലും ജയിച്ചത്. അതുകൊണ്ട് രാഘവനായിരിക്കും ചാൻസ്. രാഘവേട്ടൻ ജയിക്കും. വേറെ എന്താ, ഷുഗറല്ലേ? 3 വർഷമായി രാഘവേട്ടൻ നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, വലിയ യാതൊരു സംശയമില്ല. ഹാർബറിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുണ്ടോ? എല്ലാത്തിലും വേണ്ടപ്പെട്ട ആളാണ്, സ്റ്റാറാളാണ്. 24 മണിക്കൂറും കോഴിക്കോട് ജില്ലയിൽ സജീവമായിട്ടുള്ള ഹാർബറാണ് പുതിയാപ്പ ഹാർബർ. ഇവിടെ തിരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി തിരഞ്ഞെടുപ്പ് ചർച്ചകളും വളരെയധികം സജീവമാണ്. ക്യാമറമാൻ സജി തറയലിനൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.